പോയല്ലോ. ഇന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ തട്ടിയിട്ട് പോയത് കാരണം ചോറ് വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ചോറ് വളരെ കുറച്ചിട്ട് കൊടുക്കാം. വെറുതെ കഴിക്കുന്ന ആഹാരം വേസ്റ്റാക്കാൻ പാടില്ലല്ലോ. അന്ന് കൂട്ടുകാരൊന്നുമില്ല, അത്രയും ലീവാണ്. അപ്പം നല്ല ഉണക്കമുളക്, വത്തലമുളക് ചതച്ച് പുളിയുമൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത്. ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല രുചി കിട്ടും ചോറുണ്ണാൻ നേരം. പിന്നെ എന്താണെന്നറിയോ, വഴുതിനിങ്ങ വറുത്തത്. നിറയെ വഴുതിനിങ്ങ ഇരിപ്പുണ്ടായി, അപ്പോൾ വഴുതിനിങ്ങ വറുത്തു. പിന്നെ മാങ്ങ അച്ചാർ, പിന്നെന്താണെന്നറിയോ, ഉണക്കത്തെരണ്ടിയും സവോളയും കൂടെ വറുത്തത്. ചൂടുകാലമല്ലേ, വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ വയ്യത്രേ. പിന്നെ ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയണ്ടേ? ഒഴിച്ചു കൂട്ടാൻ മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ താറാമുട്ട കറി വെച്ചത്. അപ്പം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ഒന്നും കൂടെ നോക്കിയാലോ. ഉണക്കമുളക് ചമ്മന്തി, വഴുതിനിങ്ങ വറുത്തത്, മാങ്ങ അച്ചാർ, ഉണക്കത്തെരണ്ടിയും സവോളയും കൂടെ വറുത്തത്, താറാമുട്ടക്കറി. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാ അമ്മമാർക്കും ഇപ്പോൾ ഉള്ളതാണ് മുട്ടുവേദന. കാലിന് ഭയങ്കരമായിട്ട് മുട്ടുവേദന. പണ്ടൊക്കെ 50 വയസ്സിലൊക്കെയാണ് വരാറ്. ഇപ്പം 35-40 വയസ്സിനുള്ളിൽ എല്ലാവർക്കും മുട്ടുവേദന വരാൻ തുടങ്ങി. നല്ല വേദനയാണ് കേട്ടോ, സഹിക്കാൻ വയ്യാത്ത വേദന. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, എൻ്റെ മരുന്ന് നല്ല മുരിങ്ങയിലയും മഞ്ഞപ്പൊടിയും നല്ല കല്ലുപ്പും കൂടെ എടുത്ത് മിക്സിയിലിട്ട് അരയ്ക്കുക. അരച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും കുഴപ്പമില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ ഞോളപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ കാലിൽ കൂടെ നന്നായി തേക്കുക. അതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും ഈ മുരിങ്ങ ഇലയും പുളിയുടെ ഇലയും കൂടെ ഇട്ട് നന്നായി തിളപ്പിക്കുക. ഉപ്പും കൂടെ ഇട്ടിട്ട്, ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇടുക. എന്നിട്ട് നന്നായി ആവിയും കൂടെ പിടിച്ചാൽ ഗുളിക കഴിക്കണ്ട, മരുന്ന് കഴിക്കാണ്ട് രക്ഷപ്പെടാം. പെട്ടെന്ന് കാലുവേദന മാറും കേട്ടോ. പെട്ടെന്ന് കാലുവേദന മാറി പറഞ്ഞ് അവരെന്നെ വിളിച്ച് പറയണ്ടായി. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു അസുഖമാണ് മുട്ടുവേദന. മുട്ടുവേദന കാരണം അനങ്ങാൻ വയ്യാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ അമ്മച്ചിമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ കാലിന് മുട്ടുവേദനയാണെന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻ്റ് ഇടണേ. അപ്പം വീണ്ടും അടുത്ത കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരും വരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പുതിയതായിട്ട് കാണുന്നവരൊക്കെ കൂടെ കുടിക്കോളൂന്നേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.